ഗൈസ് ദാ ഈ പെണ്ണിനെ കണ്ടോ, ഈ പെണ്ണ് പിള്ളേനെ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ദാ ഇത്രയും മൊഞ്ചുള്ള ഒരു സ്ത്രീനെ, ഇത്രയും മൊഞ്ചുള്ള ഒരു സ്ത്രീനോട് ഓൾക്ക് അസൂയാണ്. വന്നിരുന്ന് അങ്ങോട്ട് പരദൂഷണം പറയാ നാലാളിന്റെ മുന്നിൽ. ഓളാണെങ്കിൽ ഒന്നും പോണില്ല, കണ്ടിന് എന്താ മൊഞ്ച്. എനിക്ക് ആ ഹെൽനോസ് പാട്ട് എന്ന് പറഞ്ഞ പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇങ്ങനെ വരുന്നവരോടും പോണവരോടൊക്കെ ആ പാവം പിടിച്ച പെൺകുട്ടീനെ കുറിച്ചിട്ട് കുറ്റം അങ്ങനെ പറഞ്ഞിട്ട് ഓളുടെ BP ഒക്കെ ലോ ആയാലും ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഉത്തരം പറയോ? എൻ്റെ ഫാൻസ് ഉത്തരം പറയോ? ഇനിയിപ്പോൾ അഥവാ ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ പേടിക്കണ്ട, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ BP ലോ ആവുന്ന ടൈമിൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ചില കുൽസിത പരിപാടികൾ. സോ നമ്മുടെ ജാസി എന്ന് പറയുന്ന ആ പാവം പിടിച്ച പെൺകുട്ടി വെള്ളം കുടിക്കുന്നത് പോലും നിർത്തി. കാരണം ഹെൽനോസ് പാട്ട് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ കാരണം, അവരുടെ പീഡനം കാരണം, ആൻഡ് ഹെർ ബ്ലഡ് ലെവൽ ബിക്കം വെരി ലോ ആൻഡ് ഷീ ഗോട്ട് ദ ലോ BP. ഓക്കെ, സോ അപ്പോൾ ലോ BP-യിലാണ് ആര്? നമ്മുടെ ജാസി ഇപ്പോൾ ലോ BP-യിലാണ്. പാവുടാ. ആൻഡ് ലോ BP ആയാൽ ഓട്ടോമാറ്റിക്കലി ലോ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ്, അതായത് ഗ്ലോമറിൽ സരിച്ചെടുക്കുന്ന ആ ഒരു റേറ്റും കുറവായിരിക്കും. സോ ഗ്ലോമറുലാർ ഫിൽട്രേറ്ററിലെ റേറ്റ് കുറവായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ JGA, അതായത് എക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, റെനിൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ റിലീസ് ചെയ്യുന്നു. ഈ റെനിൻ ആണ് ഈ ബാക്കി മൊത്തം പരിപാടി ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് JGA എന്ന് പറയുന്നത് ഈ GFR ഡ്രോപ്പ് ചെയ്യുമ്പോൾ, ജാസിയുടെ GFR ഇപ്പോൾ ഡ്രോപ്പ് ആണ്. അപ്പോൾ അതേ JGA സെൽസ് റെനിൻ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഈ JGA എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങൾ, അഫറന്റ് ആർട്ടീരിയോൾ ആൻഡ് DCT ഇവിടെ ചേർന്നിട്ടുള്ളതാണ്. അതായത് ഈ അഫറന്റ് ആർട്ടീരിയോളിലെ JG സെൽസും DCTയിലെ മാക്കുലാർ ഡെൻസിൻ ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, വീഡിയോ ഇട്ട് നിന്നോടി കാരണം തൻ്റെ പേരിൽ ഇതേ ജാസി ഫാൻസ് കേസ് കൊടുക്കാൻ പോകണം കള്ളിച്ച്. നമ്മുടെ ജാസിയുടെ പരിതാപകരമായ അവസ്ഥയിൽ പരിതാപകരം തോന്നിയ ആദ്രകം മതി. റെനിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ബ്ലഡിൽ ഇനാക്റ്റീവായിട്ട് കിടന്ന ആൻജിയോടെൻസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. ഈ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ആൻജിയോടെൻസിൻ 1 ആൻഡ് ദിസ് ആൻജിയോടെൻസിൻ 1 ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ആൻജിയോടെൻസിൻ 2 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻജിയോടെൻസിനോജൻ കൺവേർട്ടിംഗ് എൻസൈം. ആൻഡ് ഇത് നടക്കുന്നത് ആക്ച്വലി നമ്മുടെ ലങ്സിലാണ്, ആൻഡ് ഇത് നടക്കുന്നത് ലിവറിലാണ്. ഇനി നമ്മുടെ ആൻജിയോടെൻസിനോജൻ 2 ആണ് ശരിക്കും നമ്മുടെ ജാസിന്റെ ലൈഫ് തന്നെ രക്ഷിക്കുന്നത്. ആൻജിയോടെൻസിനോജൻ 2 എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ മൈൻഡാണ്. തളരെ സമ്മതിക്കില്ല, ജാസിനെ തോപ്പിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ആൻജിയോടെൻസിനോജൻ 2 എന്ന് പറയുന്ന ആൾ വന്നിട്ട് ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന ആൾ ആദ്യം തന്നെ പോയിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ബോയ് ഫ്രണ്ട് പോലും നമുക്ക് ബർത്ത്ഡേക്ക് പോലും നമുക്ക് ഒരു ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഈ ആൻജിയോടെൻസിൻ 2, അതായത് ജാസിന്റെ കാമുകനെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ആൻജിയോടെൻസിൻ 2. ആൻഡ് ദിസ് ആൻജിയോടെൻസിൻ 2 എന്താ ചെയ്യുന്നത്? 3 കാര്യം ചെയ്യുന്നുണ്ട്. പാവം നോക്കി ആൻജിയോടെൻസിൻ 2 വിച്ച് ആക്ച്വലി ഗോസ് ആൻഡ് ഈ ആൻജിയോടെൻസിൻ 2 പോയിട്ട് നമ്മുടെ BP-നെ കൂട്ടും, അതായത് ബ്ലഡ് വെസലിനെ കോൺസ്ട്രക്ട് ചെയ്തിട്ട് BP-നെ കൂട്ടും. ആൻഡ് സെക്കൻഡ് തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ആൻജിയോടെൻസിൻ 2 ചെന്നിട്ട് നമ്മുടെ കിഡ്നിയുടെ പുറത്തിരിക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും ആൽഡോസ്റ്റിറോണിനെ റിലീസ് ചെയ്യിപ്പിക്കും. ആൻഡ് ദിസ് ആൽഡോസ്റ്റിറോൺ പോയിട്ട് എന്താ ചെയ്യാണെന്നറിയോ? ഈ വെള്ളത്തിനെയും സോഡിയം പ്ലസ് അയണിനെയും വലിച്ചെടുപ്പിക്കും. എങ്ങോട്ടേക്ക്? ബ്ലഡിലേക്ക് വലിച്ചെടുപ്പിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ബ്ലഡിന്റെ ഫ്ലൂയിഡിറ്റി കൂടും ആൻഡ് ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്. എൻ്റെ പൊന്നു മോളെ, അതായത് ഓളി ഹെൽനോസ് പാട്ട് രക്ഷപ്പെട്ടുക. ഇവിടെ നോക്കി BP ഇവിടെയും കൂട്ടി ആൻഡ് ആൽഡോസ്റ്റിറോൺ ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ വാസോപ്രഷൻ അഥവാ ADH ചെയ്യുന്ന സെയിം കാന്തനാണ്. ഇനി അവസാനമായിട്ട് പാവടോ ഈ ആൻജിയോടെൻസിൻ 2 ഹൈപ്പോതലാമസിൽ ചെന്നിട്ട്, ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് തേർഡ് സെന്റർ വെള്ളം കുടിക്കാനായിട്ട് മുട്ടുട്ടോ. അപ്പോൾ നമ്മുടെ പാവ ആശ ചെന്നിട്ട് ഒരു കാലം വളർത്തോടെ വായിക്കാത്തൊരു കമത്തു. അങ്ങനെ എന്തായി? അങ്ങനത്തെ പിടിച്ച് നിൽക്കാണ്. ഈ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ആൻജിയോടെൻസിൻ 2 റാസ് മെക്കാനിക്സ് ഉള്ളിടത്തോളം കാലം എത്ര നീ കാർമേലി നിന്നിട്ട് ചലിച്ചിട്ടും കാര്യമില്ല. അന്നെ കാണുമ്പോൾ എനിക്ക് തരണം തോന്നുന്നുണ്ട്. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വരാൻ എനിക്കുള്ളത് ഈ ലോകത്ത് വേറെ ഒരു പെണ്ണിനും കഴിയാൻ കഴിയില്ല. ഞാനുണ്ട് ഇവിടെ എക്സാം ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്.